ഹലോ, പവിത്രത്തിൻ്റെ ഇന്നത്തെ പ്രൊമോവിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ വേദയാണല്ലോ ആ തൊഴിലാളികൾക്ക്, തോട്ടം തൊഴിലാളികൾക്ക് അവരുടെ വേതനത്തിൽ നിന്ന് ഒരു തുക അടിച്ചു മാറ്റി ആ ഒരു ജോബി എന്ന് പറയുന്ന മാനേജർ കൈക്കലാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അത് കണ്ടുപിടിക്കപ്പെടുകയും തൊഴിലാളികളെ ധരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മനസ്സിലായ ജോബിയാണ് ആ ഒരു വീഡിയോ കാണിക്കുകയും അതുപോലെ തന്നെ ഇവരെ ഒരു കൊലപാതകം ചെയ്തിട്ട് ഒളിച്ച് താമസിക്കുകയാണ്, നിങ്ങൾക്കിതൊക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞ് തൊഴിലാളികൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മേരിയെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുകയാണ്. ഇങ്ങനെയാണോ, ഇതിനു വേണ്ടിയാണോ ഈ ഒരു തീരുമാനം എടുത്തത്? അത് മാത്രമല്ല, മേരി അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നൊക്കെ ഈ ഒരു മാനേജർ പറയുകയാണ്. അപ്പോൾ ഇനി ഞങ്ങളുടെ ജോലി കൂടി നഷ്ടപ്പെടുത്തേണ്ട എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ജോലിക്ക് കയറും എന്നൊക്കെയുള്ള തീരുമാനത്തിലാവുകയാണ് മറ്റു കൂടുള്ളവർ. അത് മാത്രമല്ല, മേരി എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. ഇങ്ങനെ ഒരു കൊലപാതകയെ ഒളിച്ചിപ്പിച്ച് താമസിച്ചിട്ട് അതായിരുന്നു പരിപാടി, എന്നിട്ടാണോ നമ്മുടെ ഈ ഒരു ഉള്ള ജോലിയും കൂടി ഇല്ലാതാക്കി കളയുമോ എന്നൊക്കെയുള്ള ഭയത്തിലാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ എല്ലാവരുടെ മുന്നിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. മേരിയും കൂടെ അവർ ഒറ്റപ്പെടുത്തുകയാണ്. അങ്ങനെ ഇത് കാണുമ്പോൾ വേദയ്ക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട്. പിന്നെ അങ്ങനെ അവർ ഒറ്റയ്ക്ക് ഈ ഒരു തീരുമാനത്തിൽ നിന്നും, ഈ ഒരു തൊഴിലാളി സമരം പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു, അതിൽ നിന്ന് പിന്മാറാനായിട്ടുള്ള തീരുമാനത്തിലായിരുന്നു. അപ്പോഴേക്കും വേദയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. മേരി അവിടെ ഒറ്റപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ അച്ഛൻ ഇടപെടുകയാണ്. അങ്ങനെ ആ ഒരു അച്ഛൻ അവിടെ എത്തുന്നു. അച്ഛൻ എത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം, നിങ്ങൾ കാര്യം പറയുന്നു. അത് അച്ഛാ, ഇങ്ങനെ ഇവരൊരു കൊലപാതകം ചെയ്തിട്ട് ഒളിച്ച് താമസിക്കുന്നവരാണെന്നും അതുപോലെ അത് അങ്ങനെയാണോ ചെയ്യേണ്ടത്, അച്ഛനത് അറിഞ്ഞു വെച്ചോണ്ടാണോ ചെയ്തതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ആര് പറഞ്ഞു ഇവർ കൊലപാതകം ചെയ്തിട്ടാണ് വന്നത്? പണ്ട് ശോശാമ്മ എന്ന് പറയുന്ന അവിടെ ഒരു തൊഴിലാളിയെ കാണിക്കുന്നുണ്ട്. ശോശാമ്മ, നീ അന്നിവിടെ കൊണ്ടുവന്നത് ഈ ഒരു ഗീവർഗീസ് ആയിരുന്നു. അന്ന് ഞാൻ നിന്നോട് ചോദിച്ചിരുന്നോ നിങ്ങളുടെ കുടുംബ പശ്ചാത്തലമോ, നിങ്ങൾ എവിടെ നിന്നാണോ എന്താണെന്ന് ഞാൻ തിരക്കിയിരുന്നു? ഇല്ലല്ലോ. ഗീവർഗീസ് കൊണ്ടുവന്ന് നിങ്ങളിവിടെ ഈ മലമൂട്ടിൽ താമസിപ്പിച്ച് അന്ന് നാളെ തൊട്ട് ഇന്ന് വരെ എന്തെങ്കിലും കാര്യങ്ങൾ തിരക്കാനോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കണം. ഇല്ല അച്ഛോ എന്ന് പറയുകയാണ്. പിന്നെ എന്തുകൊണ്ട് ഇവർ ആ കുറ്റം ചെയ്ത് നിങ്ങൾ പറയുന്നു? നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുകളുണ്ടോ? ആര് പറഞ്ഞു? അത് അവൻ്റെ കള്ളത്തരം കണ്ടുപിടിച്ചപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൻ കണ്ടുപിടിച്ച മാർഗ്ഗമാണിത്, അല്ലാതെ ഇവരങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് അച്ഛൻ പറയുമ്പോൾ പിന്നെ അവർക്കൊന്നും തിരിച്ചു മറുത്ത് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ അതുമാത്രമല്ല, ഞങ്ങൾ സമരത്തിൽ തന്നെ തുടരണമെന്നും ഇനി നമ്മുടെ തോട്ടത്തിൽ ബംഗ്ലാവിൻ്റെ മുന്നിലാണ്, അവിടെയാണ് തോട്ടം ബംഗ്ലാവിലാണ് സമരം, അവിടത്തേക്ക് മുന്നോട്ട് എല്ലാവരുടെ നയിക്കാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ജാഥയായിട്ട് പോയിക്കൊള്ളാൻ പറയുന്നു. അങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അവിടേക്ക് ജാഥ പുറപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛന് എല്ലാവരും, അതൊരു വിക്രം എല്ലാവരും നിൽക്കുന്നിടത്തേക്ക് ഒരു വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നോക്കുമ്പോൾ പോലീസ് എത്തുന്ന. അച്ഛാ, ഇവിടെ അതിപ്പം അച്ഛൻ പറയുന്നുണ്ട്, ഇവിടെ ക്രമസമാധാന നില ഒന്നും പോയിട്ടില്ല, അങ്ങനെ സമയത്താണല്ലോ പോലീസ് ഇടപെടേണ്ടുന്ന കേസ്. അതല്ലല്ലോ അച്ഛോ, അച്ഛൻ അറിഞ്ഞില്ല, അച്ഛൻ സോഷ്യൽ മീഡിയ ഒന്നും കാണാറില്ലേ? ഇതുപോലെ ഒരു കൊലപാതകം ചെയ്ത ആൾക്കാരെയാണോ അച്ഛൻ ഇവിടെ ഒളിച്ച് താമസിപ്പിച്ചിരിക്കുന്നത്? അത് ശരിയാണോ അച്ഛൻ എന്ന് ചോദിക്കണം. ആര് പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ഇവർ കൊലപാതകം ചെയ്തിട്ടുണ്ടെന്ന്? നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവ് കിട്ടിയോ? സോഷ്യൽ മീഡിയയിൽ കാണുന്ന അതാണോ തെളിവ്? അതോ എന്തെങ്കിലും മോളിൽ നിന്ന് ആരെങ്കിലും ഉത്തരവ് വന്നിട്ടുണ്ടോ ഇവരെ കണ്ടാൽ ഉടനെ അറസ്റ്റ് ചെയ്യണമെന്ന്? അങ്ങനെ എന്തെങ്കിലും തെളിവ് ലഭിച്ചിട്ടുണ്ടോ? പിന്നെ ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇവർ കൊലയാളികളാണെന്ന് പറയുന്നത് എന്നൊക്കെ അങ്ങനെ അച്ഛൻ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. അതിനൊന്നും പോലീസിന് ഉത്തരം ലഭിക്കുന്നില്ല. ഞാനിവിടെ ആർക്കും പരാതി കൊടുത്തിട്ടുമില്ല, ഇവിടുത്തെ ക്രമസമാധാന നില പ്രശ്നത്തിലായെന്നോ തകരാറിലായെന്നോ പറഞ്ഞിട്ട് ഇവരങ്ങനെ ചെയ്തിട്ടുമില്ല. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവരെ അറസ്റ്റ് ചെയ്യണം, എന്ത് കാര്യമാണെന്ന് ചോദിക്കും. അതിന് വല്ല പേപ്പറും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്നു. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കേട്ടിട്ട് അവർക്ക് ഒരു ഉത്തരം വിട്ടുപോയി. അങ്ങനെ ഈ തൊഴിലാളികളെല്ലാം കൂടെ വേദയും എല്ലാവരും ചേർന്നിട്ട് നേരെ അങ്ങ് ബംഗ്ലാവിലേക്ക് ചെല്ലുവാണ്. അവിടെ ചെല്ലുമ്പോൾ മാനേജർ ചോദിക്കുന്നുണ്ട്, എല്ലാവരും തൊഴിൽ ചെയ്യാൻ വന്നില്ല, കയറിക്കൊള്ളാൻ പറയുകയാണ്. അപ്പോൾ നിങ്ങളുടെ നേതാവ് എന്ത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ സമരം തുടർന്നുകൊണ്ടാണ് ആ ഒരു സമരവാക്യങ്ങളൊക്കെ എഴുതിയ പേപ്പറൊക്കെ മേരിയുടെ കയ്യിലുണ്ടായിരുന്നു. അതൊക്കെ ഉച്ചത്തിൽ ചൊല്ലിയിട്ട് എല്ലാവരും ഒരേപോലെ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ നേതാവ് എന്തെന്നൊക്കെ വെച്ച് പരിഹസിച്ചിട്ടാണ് ജോബി അവിടെ നിൽക്കുന്നത്. പക്ഷേ വേദ ധൈര്യപൂർവ്വം നെഞ്ചും വിരിച്ച് തന്നെ മുമ്പിലോട്ട് ചെന്ന് നിന്ന് കൊടുക്കുകയാണ്. ഇത് കാണുമ്പോൾ ജോബിക്ക് ഒരു ചെറിയ സംശയം തോന്നുന്നുണ്ട്. വേദയുടെ ആ ഒരു ചങ്കൂറ്റവും നിൽപ്പൊക്കെ കാണുമ്പോൾ ജോബിക്ക് തന്നെ സംശയം തോന്നുന്നു, ഇപ്പോൾ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കണം. അപ്പോൾ വേദ ഒരു നോട്ടമൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, ദേഷിച്ചിട്ട്. അപ്പോഴേക്കും അച്ഛൻ പറയുകയാണ്, ഇതിപ്പോൾ അവർ സമരം നിർത്തിയിട്ടില്ല, അവരുടെ ഈ ഒരു കള്ളത്തരം കണ്ടുപിടിച്ചതിന് അനുകൂലമായിട്ട്, അതായത് കമ്പനിക്കാർ എത്തുന്നുണ്ട്, പുറകെ തന്നെ കമ്പനിക്കാർ എത്തുകയും അതിൻ്റെ മേലധികാരികളെത്തുകയും അവർക്ക് ഈ ഒരു കള്ളത്തരം, മാനേജർ കാണിച്ച കള്ളത്തരം ബോധ്യപ്പെട്ടു എന്ന് പറയുകയും അതുകൊണ്ട് ഈ തൊഴിലാളികൾക്ക് നാളിതുവരെ നഷ്ടപ്പെട്ട ആ ഒരു നഷ്ടം അവർ നികത്തി കൊടുക്കാമെന്നും ഒക്കെ പറഞ്ഞിട്ട്, അതുപോലെ ഈ മാനേജരെ പിരിച്ചുവിട്ടിട്ട് പുതിയ മാനേജർ ചാർജ് എടുക്കുമെന്നാണ് പറയുന്നത്. ഇത്
നോക്കുമ്പോൾ ജോബി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പോൾ ദേഷിച്ചിട്ട് വേദനയാണ് നോക്കുന്നത്. വേദയാണല്ലോ ഈ കുത്തിത്തിരിപ്പുകളും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയത്. അയാൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ വേദയെ തോളിലേറ്റിക്കൊണ്ടാണ് ആ ഒരു തൊഴിലാളികളെല്ലാം കൂടെ അങ്ങോട്ടേക്കൊരു യാത്രയൊക്കെ പോകുന്നത് കേട്ടോ. അടുത്ത ഒരു നേതാവ് എന്ന നിലയിൽ ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇതുപോലെ അവരുടെ ആ ഒരു വേദയുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു പാറയും ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അവിടേക്ക് വേദ സന്ധ്യാസമയത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ വന്ന് ഇരിക്കുന്നതായിട്ടാണ്. പിന്നാലെ വിക്രം എത്തുന്നുണ്ട് 2 ഗ്ലാസ് കാപ്പിയൊക്കെ ആയിട്ട്. അപ്പോൾ വേദയ്ക്കും കൊണ്ട് കൊടുക്കുന്നു. എന്താ ഇപ്പോൾ ഇങ്ങനെ ഒരു പതിവില്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു കാപ്പി കുടിക്കണം തോന്നി. അപ്പോൾ തനിക്ക് വിട്ടതാണെന്ന് പറയും. അപ്പോൾ കാപ്പി ഇങ്ങനെ കുടിച്ചിട്ട് വേദയ്ക്ക് നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല ഇത് പറയുമ്പോൾ എന്തൊരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറയുമ്പോൾ വിക്രം പെട്ടെന്ന് പറയാൻ ഇങ്ങനെ എന്തോ വരുന്നുണ്ട്. പിന്നീട് അങ്ങ് മാറ്റുകയാണ്. അപ്പം പറയാനായിട്ട് വേദ പറയുന്നു അത് പ്രേമത്തിൻ്റെ രുചി എന്നൊക്കെ പറയുന്നുണ്ട്. വിക്രത്തിൻ്റെ പഴയ ഒരു ഒരു പ്രണയം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേദ കളിയാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കേണ്ട സമയമായിരിക്കുന്നു. അതെന്താ ഇനിയിപ്പോൾ ആ മാനേജർ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അയാൾ ഇനിയിപ്പോൾ വെറുതെ ഇരിക്കില്ല, നമ്മൾക്കെതിരെ എത്ര നാൾ നമ്മളിങ്ങനെ പോവും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾക്കിട്ടൊരു പണി കൊടുക്കാൻ സമയമായില്ല, ഇനിയിപ്പോൾ ഒന്നും കൂടുതൽ ചെയ്യാതിരിക്കാനായിട്ട് ഒരു പണി കൊടുക്കണം എന്ന് വിക്രം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് മാത്രമല്ല ഇനിയിപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയയും കേസും ഒക്കെ ആയിട്ട് ഇതിന് പിന്നാലെ ആളെത്തും എന്ന് പറയുകയാണ് വേദ. അപ്പോൾ വിക്രം പറയുന്നത് ഉറപ്പായിട്ടും നിൻ്റെ ആങ്ങളെയും അതുപോലെ അയാളുടെ അമ്മായിയച്ഛനും ഉറപ്പായിട്ടും അവരെത്തിയിരിക്കും, നമ്മളെ കണ്ടുപിടിക്കുകയും ചെയ്യും. പക്ഷേ ഇത്രയും നാൾ നമ്മൾ ഒളിച്ച് ജീവിച്ചില്ലേ, ഇനിയും നമ്മൾ ജീവിക്കും, അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ഉണ്ടാവും. അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിൽ മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിക്രത്തെയും വേദയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ആ ഒരു പ്രൊമോ അവസാനിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പുത്തൻ പ്രൊമോ വിശേഷങ്ങൾക്കായിട്ട് ഉറപ്പായിട്ടും ഒരു കുഞ്ഞ് പുതിയ ചാനലാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ കാര്യമെന്ന് വെച്ചാൽ. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും അതുപോലെ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.